KSRTCക്ക് 2011-16 കാലയളവിൽ KSRTCക്ക് 1220.82 കോടി രൂപയാണ് അനുവദിച്ചെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ 2016-21 കാലയളവിൽ 4923.58 കോടി രൂപ അനുവദിച്ചു. അതായത് 4 ഇരട്ടി കൂടുതൽ അനുവദിച്ചു. തുടർഭരണം കിട്ടി ഈ സർക്കാർ ഭരണത്തിലേറി നാളിതുവരെ 6864.22 കോടി രൂപ KSRTCക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഇത് 2011-16 കാലയളവിനേക്കാൾ 5.6 മടങ്ങും 2016-21 കാലയളവിനേക്കാൾ 1.4 മടങ്ങും അധികമാണ്. 2016 കാലയളവ് മുതൽ KSRTCക്ക് 11,787.8 കോടി രൂപയാണ് ഈ രണ്ട് LDF സർക്കാരുകളുടെ കാലയളവിൽ നൽകിയിട്ടുള്ളത്. സർ, KSRTCക്ക് അടിസ്ഥാന സൗകര്യ വികസനം, ഡിപ്പോകളും വർക്ക്ഷോപ്പുകളുടെ ആധുനികവൽക്കരണം, ഗവേണൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ വികസന പദ്ധതിക്കായിട്ട് ഈ സർക്കാരിൻ്റെ കാലയളവിൽ 178.96 കോടി വെച്ചിട്ടുണ്ട്. സർ, 2024 ആരംഭത്തിലുണ്ടായിരുന്ന ദിവസേനയുള്ള ഓഫ് റോഡ് ബസ്സുകളുടെ എണ്ണം 900-ൽ നിന്നും 500-ൽ താഴെയാക്കി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സർ, പഴയ ബസ്സുകൾക്ക് പകരം ആധുനിക ഡീസൽ BS6 ബസ്സുകൾ വാങ്ങുന്നതിനായി 107 കോടി രൂപ വകയിരുത്തുന്നു KSRTCക്ക്. സർ, ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ചെറുതോണിയിൽ KSRTC ഡിപ്പോ പ്രവർത്തനക്ഷമമാക്കി ബസ് സർവീസുകൾ ആരംഭിക്കുന്നതിന് ഈ വർഷം തന്നെ ആരംഭിക്കും. അതിനാവശ്യമായിട്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. മാത്രം പറഞ്ഞാൽ മതി. സമയം അല്ലല്ല, സമയത്തിൻ്റെ ഇനിയും